ഹായ് ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു ഒരു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? ഞാനും സ്വന്തം കുട്ടികളൊക്കെ ഇവിടെ സുഖമായിരിക്കണോ. ഒരുപാട് കാര്യങ്ങൾ സിഡ്നിയിൽ നടക്കണ വീണ്ടും ഉള്ള ഒരാഴ്ചയാണ്. അപ്പോൾ കുറേ വിശേഷങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഒരു മനസ്സിന് വളരെ സന്തോഷം തോന്നണ കുറേ കാര്യങ്ങൾ നടക്കണ ഒരു ആഴ്ച കൂടിയാണ് കേട്ടോ. 2 പരിപാടികൾ കുറിച്ചിട്ട് നിങ്ങളോടൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ബിക്കോസ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. നമ്മുടെ ഒരു സോഷ്യൽ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങളും. ഓക്കെ, സോ നമുക്ക് എല്ലാം കൂടെ കാണാം. വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ ഗൈസ്? ഇത് ഇങ്ങനത്തെ ഒരു സൽവാറിൻ്റെ സെറ്റാട്ടോ. ഇതിങ്ങനെ പേർപ്പിൾ വിത്ത് എ നൈസ് ദുപ്പട്ട. ഇത് അന്ന് ഞാനൊരു വീഡിയോ എടുത്തിരുന്നില്ലേ, നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നു, അമ്മ കുറേ സാധനങ്ങളൊക്കെ അയച്ചതിൻ്റെ. അപ്പോൾ അന്നത്തെ ബാച്ചിലത്തെ ഒരു നൈസ് പ്രിട്ടി സൽവാർ കേട്ടോ. തിങ്ക് ഇറ്റ് ലുക്ക് നൈസ് ഓൺ സ്റ്റേജ് ബിക്കോസ് ഇന്ന് ഞാൻ സ്റ്റേജിൽ കയറാൻ പോവാം. രാവിലെ ഇറങ്ങുകയാണ്. ഇന്നത്തെ മെയിൻ ഒരു പരിപാടി, ഇന്നത്തെ ഒരു പരിപാടിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയണം കേട്ടോ. പറയണതിന് മുന്നേ ഐ ജസ്റ്റ് ലെറ്റ് യു ഓൾ നോ, ഞാൻ എല്ലാ പരിപാടികൾക്കും പോണ ആളെ തന്നെയാണ്. അതായത് അസോസിയേഷൻസ്, അതിൻ്റേതായിട്ടുള്ള ഇതിപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ ചെയ്യേണ്ടതല്ല. ഞാൻ എല്ലാ കഴിവുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നല്ല പരിപാടികൾ നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഒരുപാട് വിചാരിക്കണ ഒരാളാണ്. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിന് അത് വരണം കേട്ടോ. സിഡ്നി മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിനാണ് ഞാൻ പോകുന്നത്. സിഡ്നി മലയാളി അസോസിയേഷനാണ് ഇവിടുത്തെ ഏറ്റവും പഴയ അസോസിയേഷൻ. പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അവരുടെ ജൂബിലി ആഘോഷങ്ങളൊക്കെ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ പോപ്പുലറാണ്, ഇഷ്ടമാതിരി അതിൽ അംഗങ്ങളുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്ന കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും ഉണ്ട്. അവരിന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി സോഷ്യലി അവെയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഐ എം സൂപ്പർ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ് കേട്ടോ. തണൽ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. തണൽ അതായത് ഷെൽട്ടർ, അതായത് നമ്മുടെ സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ആൻഡ് ഇക്കൊല്ലം 2026 ഇത് 10ാമത്തെ വാർഷികമാണ്. 10th ഇയർ ഓഫ് ഡൂയിങ് തണൽ ബൈ സിഡ്നി മലയാളി അസോസിയേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രായമായിട്ടുള്ളവർ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ, അല്ലേ? അവരുടെ ഒരു ഇമ്പോർട്ടൻസ്, ദ വാല്യൂ ദേ ബ്രിങ് ഇൻ, ഹൗ വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദം എന്നുള്ളതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ സംസാരിക്കാൻ വരാൻ പോണത്, ഞാൻ അവിടുന്ന് കാണിച്ചു തരാം കുറച്ച് കാര്യങ്ങളൊക്കെ. കാരിസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ വരുന്നുണ്ട് ടു ടോക്ക്. അപ്പോൾ ഇന്ന് കുറേ സീനിയർ സിറ്റിസൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇന്ത്യ 60, 70, 80, 90, even 100 പ്രോബബ്ലി, റൈറ്റ്? അപ്പോൾ അത്രയും പ്രായം ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് വരുന്നുണ്ടാവുക. ആൻഡ് അവർക്കൊക്കെ വേണ്ടി കാരിസ് ലൈഫ് ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഫോൾ പ്രിവെൻഷൻ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഐ ഡോണ്ട് നോ ഇഫ് എവറിബഡി റിയലൈസസ്. എങ്ങനെ നമുക്ക് പ്രായമായ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനൊക്കെ ഹൗ ഡു വി സപ്പോർട്ട് ഇറ്റ്, ഹൗ ഡു വി ടേക്ക് കെയർ ടു പ്രിവെൻറ്റ് എ ഫോൾ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എൻ്റെ ചാനൽ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഐ ലോസ്റ്റ് മൈ ഫാദർ ബിക്കോസ് ഓഫ് എ ഫോൾ. അച്ഛൻ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീണു, ഹിപ്പിന് ഫ്രാക്ചറായി, ഹോസ്പിറ്റലൈസേഷൻ, അതുകൊണ്ട് ശേഷം വന്ന കോംപ്ലിക്കേഷൻസിലൊക്കെയാണ് ഐ ലോസ്റ്റ് മൈ ഫാദർ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു സീ യുനോ നമുക്ക് നമ്മുടെ ഓൾഡർ ആവണ പേരൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇന്നിവിടെ വരാൻ പോണതും അങ്ങനെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ ഇൻഫോർമേറ്റീവ് സെഷൻ ലൈക്ക് ദിസ്. അതുപോലെ സോഷ്യൽ ഐസൊലേഷൻ ചിലർ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഏജിസം എന്നൊക്കെ നമ്മൾ കേൾക്കില്ലേ, ചിലരൊക്കെ ജോലിക്കും ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ഐസൊലേഷൻ എന്നൊക്കെ നമുക്ക് എങ്ങനെ പുറത്തേക്ക് കടക്കാം, എന്തൊക്കെ ചെയ്യാം ടു മേക്ക് അവർ ലൈഫ്സ് ബെറ്റർ എന്നൊക്കെ ഉള്ളതൊക്കെ കൂടി. അത് മാത്രമല്ല പിന്നെ കുറേ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നമ്മുടെ സീനിയർ സിറ്റിസൻസ് ഇൻ അവർ കമ്മ്യൂണിറ്റി ഇൻ സിഡ്നിനെയാണ് ഇന്ന് നമ്മൾ എൻകറേജ് ചെയ്യണതും അവരെ റെക്കഗ്നൈസ് ചെയ്യണതും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ സിഡ്നി മലയാളി അസോസിയേഷൻ്റെ ഈ ഒരു വെഞ്ചർ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു, അത് കേട്ട കാര്യം. ആൻഡ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഇവൻറ്റ്. ഞാൻ MC ആയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. സോ ഐ ബി ഹോസ്റ്റിംഗ് ദ ഇവൻറ്റ് ആൻഡ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. ലെറ്റ്സ് സീ ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഇരിക്കും എന്നൊക്കെ. സാഷു ഇവിടെ താഴെയുണ്ട്. ദിസ് ഇസ് എ സാറ്റർഡേ. സാഷു താഴെയുണ്ട്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സുനിൽ ഇപ്പോൾ എല്ലാ ആഴ്ചയും കളിക്കാൻ പോകുന്നതാണല്ലോ. ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും സുനിലും നമ്മുടെ ഫ്രണ്ട്സ് രാജുവും സിബിനും വിപ്പിനൊക്കെ എല്ലാവരും കൂടെ കളിക്കാൻ പോകും.
ബട്ട് ഇപ്പോൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കണം പിള്ളേർ ദ നെക്സ്റ്റ് ജനറേഷൻസ് ലൈക്ക് ക്യാൻ വി ആൾസോ കം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കും കൂടെ ഒരു കോട്ടൊക്കെ ബുക്ക് ചെയ്ത് രാവിലെ 4:45 എണീറ്റ് സാനു സ്കൂളിൽ പോകുമ്പോഴൊന്നും ഇത്രതില്ല കേട്ടോ. ബിക്കോസ് അനുഷ്കേനെ ആയിട്ടാണ് അവൾക്ക് ഭയങ്കര കൂട്ടുക. അപ്പോൾ അനുഷ്കേനെയും കാണാമല്ലോ, മീരയുടെ മോൾ കേട്ടോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിള്ളേരും ഒക്കെ കൂടെ പോയിരിക്കാം. ഇപ്പം അവന്മാർ മുഴുവൻ ഇവിടെ ഉണ്ട്, എഴുന്നള്ളിയിട്ട് വേണം എനിക്ക് കൊച്ചു ബാറ്ററിൻ്റെ കൈമാറി എനിക്കിറങ്ങാൻ. അപ്പോൾ വിശേഷങ്ങളും ഒക്കെ ഓൺ ദ വേ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തിടും ഇങ്ങനെ തപ്പി അവസാനം ഐ തോട്ട് ഓക്കെ ദിസ് ഇസ് എ നൈസ് ഔട്ട്ഫിറ്റ് എന്ന് വിചാരിച്ചു ഫോർ ദ ഡേ. സംതിങ് ദാറ്റ് ഈസ് ദാറ്റ്സ് മാച്ചിങ് ദി ഒക്കേഷൻ. ഓക്കെ താഴ്പാം. ഓക്കെ ഗൈസ്, ഷോ നടക്കുന്നത് പെനേനിയ എന്ന് പറഞ്ഞിട്ടുള്ള സബബാണ്. കുറച്ച് ദൂരമുണ്ട്. സോ നമുക്ക് ഇറങ്ങാം, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ എത്തിയിട്ടോ, പരിപാടി തുടങ്ങാറായി. ജയന്തി ചേച്ചീനെ പിന്നെ എല്ലാവർക്കും അറിയാം സിഡ്നിയിൽ. ജയന്തി ചേച്ചിയും അല്ലല്ല, ഇത് സംഗീത ചേച്ചി, ഇവരൊക്കെയാണ് പരിപാടി തുടങ്ങണതും ഇത് ഫുൾ ഓർഗനൈസ് ചെയ്തതും. കുറേ സീനിയർ സിറ്റിസൺസ് ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പരിപാടിയാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണേ. സോ ഓൾ സെറ്റ് ഫോർ ദാറ്റ്. Yeah, so let's welcome Shruti with a good round of applause, please. Thank you, Seta. Thank you very much. സ്വാഗതം എല്ലാവർക്കും. സിഡ്നി മലയാളി അസോസിയേഷൻ നടത്തുന്ന വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് തണൽ, അല്ലേ? എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ. വളരെ സന്തോഷം ഇവിടെ വന്നതിൽ. എന്നോട് സിഡ്നി മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ പറഞ്ഞത് തണലാണ്, സീനിയർ സിറ്റിസൻസിൻ്റെ പരിപാടിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒരു സിനിമ സ്റ്റൈൽ ഇവിടെ. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു സംശയം, ഇത് സീനിയർ സിറ്റിസൻസ് തന്നെയാണോ എന്നൊരു സംശയം. ശരിക്കാണ് കേട്ടോ, എല്ലാവരും നല്ല കുട്ടപ്പന്മാരും കുട്ടപ്പിമാരായിട്ടാണ് വന്നിരുന്നത് പരിപാടിക്ക്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആൻഡ് ദ തോട്ട് ബിഹൈൻഡ് ഇറ്റ്. ഇത് പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം, അവർക്ക് കുറേ എൻകറേജ്മെൻറ്റ് തരിക. പിന്നെ അതായത് ഇവരൊക്കെ കാരിയസ് ലൈഫിൽ നിന്ന് വന്ന ആൾക്കാരാണ്. മിസ്റ്റർ രജി എങ്ങനെ നമുക്ക് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം, വീഴാതെ എങ്ങനെ ശ്രദ്ധിക്കാം പ്രായമായവർക്ക് എന്നൊക്കെ ഉള്ളതൊക്കെ നന്നായി പറഞ്ഞു തന്നു. പിന്നെ പ്രായമായവരെല്ലാവരും കൂടിയിട്ട് സീനിയേഴ്സിൻ്റെ ഒരു ബിങ്കോ ഒക്കെ നടന്നു. ആൻഡ് ഞാൻ എൻ്റെ സോഷ്യൽസിലൊക്കെ കുറച്ച് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനെ കുറിച്ചിട്ട്. എവറിബഡി വാസ് സോ ഹാപ്പി അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനാണ്. അവരിതൊക്കെ എൻജോയ് ചെയ്യണു, അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇത്രയും ചെയ്യണമെന്ന് കാണുമ്പോൾ ഇറ്റ് ഗിവ്സ് ദം സോ മച്ച് ഓഫ് പ്ലെഷർ. അപ്പോൾ ഐ റിയലി എൻജോയ്ഡ് ദിസ് ഡേ. ആൻഡ് നിങ്ങളൊക്കെ സിഡ്നിയിലുള്ള ആൾക്കാരാണ്, ദർ ആർ സീനിയർ സിറ്റിസൻസ് അറ്റ് യുവർ ഹോം, അല്ലെങ്കിൽ നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാംസിനൊക്കെ രജിസ്റ്റർ ചെയ്യൂ കേട്ടോ. ഇവിടുത്തെ സിഡ്നി മലയാളി അസോസിയേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അടുത്ത പ്രാവശ്യം തണൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇവൻറ്റ് ദാറ്റ് ദേ കണ്ടക്ട്. നല്ല ലഞ്ചും നമുക്ക് ബിരിയാണിയും ഒക്കെ ഉണ്ട്. സിഡ്നി മലയാളി അസോസിയേഷൻ ഫോർ ഡൂയിങ് സോ മച്ച് ഫോർ ദ കമ്മ്യൂണിറ്റി, അല്ലേ? താങ്ക് യു വെരി മച്ച്. താങ്ക് യു വൺസ് അഗൈൻ. എന്താ ഒരു മണം? മണക്കല്ലേ? കള്ളിൻ്റെ മണാണോ? ബുഷ് ഫയർ ആണോ ഇനി, അതോ വല്ല ബാക്ക് ബേണിങ്ങോ? കുടല് കരിഞ്ഞ മണം. യെസ്, അതാണ് സംഭവം. കുടൽ കരിഞ്ഞ മണം കേട്ടോ. എൻ്റെ കുടലും കറിയുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തൊട്ടിട്ട് എല്ലാവരും ആക്റ്റീവായിരുന്നല്ലോ. ബ്ലൂ മൂണ്ട് നല്ല കിടലൻ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മൾ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ കൂടി. പിന്നെ കുറേ പ്രൊഫസേഴ്സും എല്ലാവരും വന്നിരുന്നു. അവരൊക്കെ ഇവിടെ റിസർച്ച് ചെയ്യുന്നതാണ്. അവരതിനെക്കുറിച്ചിട്ടൊക്കെയാണ് കുറേ സംസാരിച്ച്. ലോൺലിനെസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, മെൻറ്റൽ ഹെൽത്ത് എങ്ങനെ നമുക്ക് കീപ്പപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ആയിരുന്നു. സോ താങ്ക് യു സിഡ്മൽ ഫോർ ഹാവിങ് മീ ഫോർ ദിസ് ഇവൻറ്റ്. ഹലോ ഗൈസ്, അങ്ങനെ പരിപാടികൾ ഒക്കെ തകൃതിയായി നടക്കണേ വേറൊരാഴ്ച സിഡ്നിയിൽ. നാളെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഓസൻറ്റ് കെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്. അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് അസോസിയേഷനാണ്. ബേസിക്കലി അവരെന്താ ചെയ്യുക വെച്ചാൽ ഇവിടുന്ന് നമ്മളെ കൊണ്ട് പറ്റണ സഹായം ആവശ്യമുള്ളവർക്ക് നാട്ടിലായാലോ ഇവിടെ ആയാലോ പഠിപ്പിനോ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ തന്നെ അത്യാവശ്യത്തിലുള്ള ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് 10-30 കൊല്ലമായിട്ട് സിഡ്നിയിൽ നടക്കുന്ന ഒരു അസോസിയേഷനാണ് കേട്ടോ. സോ വെരി ബ്യൂട്ടിഫുൾ ജെസ്ചർ ദാറ്റ് ദേ ഡൂയിങ്. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ തണലിൻ്റെ പരിപാടി ഞാൻ കാണിച്ചു തന്നു. അതേമാതിരി തന്നെ പീപ്പിൾ ഇൻ നീഡ്, നമ്മളെ കൊണ്ട് എന്തൊക്കെ സഹായിക്കാൻ പറ്റും, ജെന്യുവൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് ഫണ്ട് എവിടെയും വേറെ പോവാണ്ട് സൂക്ഷിച്ച് എത്തേണ്ടവരുടെ കയ്യിൽ എത്തുക. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് റൺ ചെയ്യണ ഒരു ഓർഗനൈസേഷനാണ്. ആൻഡ് അവർ എന്താ ഉണ്ടാവുക വെച്ചാൽ അവരെ കൊണ്ട് കിട്ടണ വാട്ട് എവർ വേ ഫണ്ട് കിട്ടിയാലും ദേ ഹെൽപ്പ് പീപ്പിൾ. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മദേഴ്സ് ഡേക്ക് ആയിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ സിഡ്നിയിൽ. അപ്പോൾ ഞാൻ അതിനും പോകുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം കേട്ടോ.
തൽക്കാലം ഇന്നിപ്പോൾ ഞാൻ ഒരു മദറാണല്ലോ മദേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ ഹൈസ്കൂളിലൊക്കെ ആയ പിള്ളേർക്കൊന്നും വലിയ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും ഇല്ല കേട്ടോ. പ്രൈമറി സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ സാനുവിൻ്റെ ഒക്കെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ പോയിരുന്നു. മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് മോർണിംഗ് ടീ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ കുട്ടികൾ അത്രയും വലുതാവണം, വേദനോ ദർ ഗ്രോൺ അപ്പ് ആൻഡ് ലൈക്ക് അവർക്ക് അവരുടെ അമ്മമാർക്കൊക്കെ വേണ്ടി ചെയ്യുക, അങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസാണ് നോർമലി ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം സാഷുവിൻ്റെ ഡേ കെയറിലുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം പോയതും ഞാൻ കാണിച്ചതെന്നും തന്നെ എൻ്റെ ഓർമ്മ. ഇക്കൊല്ലം സാഷുവിൻ്റെ ഡേ കെയറിൽ മദേഴ്സ് ഡേയുടെ പ്രോഗ്രാം ഉണ്ട്. എനിക്കാണെങ്കിൽ ഒന്ന് തലവേദനിച്ചിട്ട് ഞാൻ പാനഡോളൊക്കെ കഴിച്ചിട്ടും തലവേദന മാറാത്തിട്ടും മൈഗ്രെയിൻ അടിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. തണുപ്പിൻ്റെയും വാട്ട് എവർ ഇറ്റ് കുഡ് ബി വൃത്തിയായിട്ട തണുത്ത വെതറാണ്. ബട്ട് എനിവേസ് നമ്മളതും വിചാരിച്ചിരുന്നാൽ നമുക്ക് പോകാൻ പറ്റില്ല. കുട്ടി വരും, അമ്മാസ് ഗോണ കം, വിൽ ഹാവ് എ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസപ്പോയിൻറ്റ് ഹെർ. അപ്പോൾ ഞാൻ ഒരു കാപ്പിയും പിടിച്ചിട്ടുണ്ട്. അവിടെ എന്തോ ആഫ്റ്റർനൂൺ ടീയോ നിങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഐ ക്യാരി സം കാപ്പി ആൻഡ് ഗോ ദെയർ ആൻഡ് വണ്ടി പാർക്കുക ആൻഡ് ദെൻ ഐ ഗോ ഹാവ് മദേഴ്സ് ഡേ സെലിബ്രേഷൻ വിത്ത് സാഷുമ. ഓക്കെ, അപ്പോൾ ഞാൻ അവളുടെ ഡേ കെയറിലേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വയ്യെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് പോയതിനൊരു അർത്ഥമൊക്കെ ഉണ്ടായി കേട്ടോ. അവിടെ എത്തിയപ്പോൾ ചെറുതിനെ തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ചില കുട്ടികളുടെ ഒന്നും പേരൻസിന് എത്താൻ പറ്റിയിരുന്നില്ലേ, അപ്പോൾ അവരുടെ മുഖത്തൊരു വിഷമോ. ഐ ഫെൽ റിയലി ബാഡ്. എല്ലാ പിള്ളേരോടും സംസാരിക്കാനൊക്കെ നോക്കി കേട്ടോ. ഡേ കെയർ ഹാഡ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സ് ഫോർ ദ മംസ്, ഇഷ്ടമാതിരി ആക്ടിവിറ്റീസ് ഫോർ ദ കിഡ്സ് എസ് വെൽ. ഫേസ് പെയിൻറ്റ് കണ്ടപ്പോൾ പിന്നെ മമ്മും പോയി ഡേയും പോയിട്ട് സാശ്വരം ഒറ്റ ഓട്ടോ. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണിത്. ഫേസ് പെയിൻ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവളെക്കാട്ടും വലിയ ടോങ്സ് വെച്ചിട്ട് ഫ്രൂട്ടൊക്കെ സെർവ് ചെയ്യണു. എന്നിട്ട് അവിടെ വന്ന ഒരു ഗ്രാൻഡ് പേരൻറ്റ് എന്നോട് പറയായിരുന്നു, ഷീസ് ഓൾറെഡി മേഡ് യു റിഡണ്ടൻറ്റ് എന്ന്. അങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആഫ്റ്റർനൂൺ ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും മദേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളൊരു ബ്യൂട്ടിഫുൾ കാർഡൊക്കെ ടീച്ചേഴ്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. ദ ബെസ്റ്റ് തിങ് ഇസ് ഐ ലവ് ഹൗ ഈ ഫിംഗർ പ്രിൻറ്റും ഹാൻഡ് പ്രിൻ്റൊക്കെ ചെയ്യുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ അയ്യോ എത്ര ചെറുതായിരുന്നു ഇത്, കണ്ടോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ എന്നൊക്കെ തോന്നില്ലേ. ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഇടയിൽ ചെറുത് ഭയങ്കര മുന്നിൽ കയറി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരൊരു ലൈവ് ഡെസേർട്ട് കൗണ്ടർ മാതിരിയൊക്കെ വെച്ചിരുന്നു വിത്ത് കാനലീസ് ആൻഡ് അതിൽ ചോക്ലേറ്റും വാനിലയൊക്കെ ഫില്ല് ചെയ്ത് എല്ലാവർക്കും എൻജോയ് ചെയ്യായിരുന്നു. മറ്റ് പേരൻസായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാൻ നമുക്ക് അധികം നോർമലി ടൈം കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദിവസം, ഇങ്ങനത്തെ ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യുമ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് അവരെയൊക്കെ കാണാം. ഇവളെങ്ങനെയാണ് ആ ഒരു എൻവയറൺമെൻറ്റിൽ എന്നൊക്കെ നമുക്കിങ്ങനെ ദൂരെ നോക്കി കാണാമല്ലോ. അങ്ങനെ ഫ്ലവേഴ്സും ഗിഫ്റ്റ്സൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻ ആറ്റ് ഡേ കെയർ. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇറ്റ്സ് എ വെരി ക്യൂട്ട് ഫങ്ഷൻ. ഭയങ്കര സന്തോഷമായി. എനിവേസ് ഞാൻ അടുത്തത് വേഷം കിട്ടി ഇറങ്ങണത് എന്തിനാ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മദേഴ്സ് ഡേയുടെ സെലിബ്രേഷനാണ്. സിഡ്നിയിൽ ഇന്ന് കപ്പിൾ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട് മദേഴ്സ് ഡേയുടെ ഇവൻറ്റ്. ഞാനിപ്പോൾ പോകുന്നത് ഓസൻറ്റ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന മദേഴ്സ് ഡേയുടെ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. വാട്ട് ഐ ഫെൽറ്റ് വാസ് ഓസൻറ്റ് കെയർ എന്നുള്ളൊരു സ്ഥാപനം, അതിപ്പോൾ ഒരു 30 കൊല്ലമായി ഇപ്പോൾ സിഡ്നിയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ട് പോണു. ഫുൾ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. മെയിൻ അവരുടെ ഫുൾ എജൻഡ തന്നെ എന്ത് പരിപാടി നടത്തുമ്പോഴും വാട്ട് എവർ മണി അത് ആർക്കും അല്ല, ഓൺലി ഫോർ സപ്പോർട്ടിങ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ്, അതെന്ത് തന്നെ ആയിക്കോട്ടെ, കുട്ടികളുടെ ആരോഗ്യം, പഠിപ്പ്, അമ്മമാർക്ക്, അച്ഛന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സഹായിക്കണ ഒരു ഓർഗനൈസേഷനാണ്. മന്ത്ലി ഡൊണേഷൻസ് ആയിട്ട് തന്നെ കുറേ പേര് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഇങ്ങനെ ഓരോ പരിപാടികൾ നടത്തുക, ഫുഡ് വോളണ്ടിയർ ചെയ്ത് കൊണ്ടുവരും. ആ വോളണ്ടിയറിങ് കൊണ്ട് കിട്ടുന്ന വാട്ട് എവർ ദേ മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ് അത് ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ നല്ല പ്രവർത്തികൾ. നമ്മൾ എല്ലാതും അറിയണമല്ലോ, ലൈക്ക് നമ്മൾ വെറും പാട്ട്, ഡാൻസും കലാപരിപാടികളൊക്കെ നല്ലത് തന്നെ. ബട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും മറ്റുള്ളവർക്ക് സഹായിക്കാൻ. ആൻഡ് അത് സഹായം നമുക്ക് എന്ത് രീതിയിലും, അത് എത്ര ആയാലും ചെറിയ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദി ഓഷൻ എന്ന് പറയില്ലേ, അതുമാതിരിയാണ്. സോ ദേ ഡു എ ലോട്ട് ഓഫ് സച്ച് ചാരിറ്റി വർക്ക്. ആൻഡ് ഇന്നിപ്പോൾ അതുപോലെ മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ടും ഒരു പ്രോഗ്രാം നടത്തുകയാണ്. ആൻഡ് ഐ എം വെരി ഓണേർഡ് ദാറ്റ് ദേ ഇൻവൈറ്റഡ് മീ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനൊക്കെ. ബിക്കോസ് ഐ ഗെറ്റ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ്. ഐ ഗെറ്റ് ടു സീ ഹൗ ദേ ഡു തിങ്സ്. ആൻഡ് ഇന്ന് കുറേ അമ്മമാർ വരുന്നുണ്ട്. ഇവൻറ്റ് ഇസ് സോൾഡ് ഔട്ട്. അപ്പോൾ നല്ല ടേൺ ഔട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹോപ്പിംഗ് ടു ഡു എ ഗുഡ് ജോബ്. മാരിയോങ്ങിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കണേ. മാരിയോങ് പറഞ്ഞൊരു സ്ഥലമുണ്ട് സിഡ്നിയിൽ, അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കണേ. ചെറുതിനെയും കൊണ്ട് വന്നാൽ രാത്രി ലേറ്റാവും. സോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മെനക്കെടും വിചാരിച്ചിട്ട് ഞാൻ മാത്രമേ ഇപ്പോൾ എന്തായാലും പോകുന്നുള്ളൂ എന്ന് കേട്ടോ. ഓൾറൈറ്റി, അവിടുത്തെ കുറേ വിശേഷങ്ങളും കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ.
ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻസ് ഞാൻ കാണിച്ചിരുന്ന ഈ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചു തരാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത് ഓസ് ആൻഡ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സിഡ്നിയിലുള്ള ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ആനുവൽ മദേഴ്സ് ഡേ ഇവൻ്റ് ആണ്. 30 വർഷമായി ഓസ് ആൻഡ് കെയർ ഇവിടെ സിഡ്നിയിൽ പ്രവർത്തിക്കുന്നു. ആൻഡ് അവരുടെ ഒരു ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് വാട്ട് ദേ ഡു ഇസ് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഫണ്ട് റേസ് ചെയ്യണത്. ഇതിപ്പോൾ മദേഴ്സ് ഡേയുടെ ഇവൻ്റ് ആയാലും ഒക്കെ അവർ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് സ്പോൺസേഴ്സ് ആർ സപ്പോർട്ടിങ്, ബട്ട് ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നു, വീട്ടിൽ നിന്ന് തന്നെ ഇവരെല്ലാവരും ഡെക്കറേഷൻസ് ഒക്കെ ആക്കി കൊണ്ടുവരുന്നു. ആൻഡ് അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് അത്രയധികം ഫണ്ട് സേവ് ചെയ്തിട്ട് ഈ പീപ്പിൾ ഇൻ നീഡിന് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത്. പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. എവരിബഡി ഈസ് ഹാവിങ് സ്നാക്സ്. ആൻഡ് സം ഗോൾഡൻ ഗ്ലോബ് ഒക്കെ നടക്കണ മാതിരി മെഗാ സെൽഫി എടുക്കാൻ നടക്കുക. കുറേ പാട്ടും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർ എത്ര ഫണ്ട് റേസ് ചെയ്തു, അത് എവിടെയൊക്കെ അവർ കൊടുക്കാൻ പറ്റി, ആരൊക്കെയൊക്കെ സഹായിക്കാൻ പറ്റി. ടീനേജ് പ്രായമൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു യൂത്ത് വിങ് വരെ ഉണ്ട് കേട്ടോ. ദാറ്റ് സപ്പോർട്ട് അതർ പീപ്പിൾ ആൻഡ് പീപ്പിൾ ഇൻ നീഡ്. ഇത്ര കൊല്ലം ഇവിടെ ഉണ്ടായിട്ട് ഇത് അറിഞ്ഞില്ലല്ലോ എന്നാണ് എനിക്കൊരു കഷ്ടം തോന്നിയത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ചാരിറ്റി ആൻഡ് എ വെരി ബ്യൂട്ടിഫുൾ ഇവൻറ്റ് ദാറ്റ് ദേ ആർ ഡൂയിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കുറേ ഫൺ ഗെയിംസും അമ്മമാരെ കൊണ്ട് കുറേ പാട്ട് പാടിപ്പിച്ച് അവർക്ക് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഇവൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. We really had the entire team of Oz and Care for organizing this beautiful event today. സിഡ്നിയിലുള്ള പലർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കും അറിയാൻ പറ്റിയതേ. സോ പീപ്പിൾ ഹു ആർ ഏബിൾ ടു ഹെൽപ്പ് അതേഴ്സ്, ഇതൊരു ജെന്യുവനായിട്ട് നടത്തുന്ന ഫൗണ്ടേഷനാണ്. ആൻഡ് ദേ റിയലി ഹെൽപ്പ് പീപ്പിൾ ഹു റിയലി നീഡ് ദാറ്റ് മണി. അവരുടെ എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നങ്ങളുള്ളവർ, അങ്ങനെ കുറേ പേരെ നോക്കി അത് ജെന്യുവൻ ആയിട്ടുള്ള കേസുകൾക്ക് വേണ്ടി ഫണ്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് ആൾക്കാർക്ക് എത്തുക എന്നുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. സോ റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം ഓസ് ആൻഡ് കെയറിൻ്റെ വേർ യു ക്യാൻ സപ്പോർട്ട് അതർ പീപ്പിൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ. സോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തോട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ തിങ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദ ടീം ഫോർ ഓർഗനൈസിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ഇവൻറ്റ്. ഭക്ഷണം ഞാൻ പറഞ്ഞ മാതിരി ഇവർ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും കൂടെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെയാണ് എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ദർ വാസ് സച്ച് എ നൈസ് വെറൈറ്റി. പീപ്പിൾ ആർ സോ നൈസ്. എവ്രി വൺസ് പുട്ടിങ് ഇൻ ഓൾ ദെയർ ഹാർഡ് വർക്ക് ഫോർ സച്ച് എ ബിഗ് കോസ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. അതായിരുന്നു ഈ ഒരു പ്രോഗ്രാം. യെസ് ഗൈസ്, പരിപാടിയൊക്കെ അങ്ങനെ വളരെ ഭംഗിയായി നടന്നു കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇവൻറ്റ് ആൻഡ് ഇറ്റ് മേക്സ് യു ഫീൽ ലൈക്ക് charity, it's so important and the work that they are doing is amazing. So അങ്ങനെ എനിക്കൊരു അവരുടെ പരിപാടിയിൽ ഒരു ഭാഗമാവാൻ പറ്റി. But anyways, today is Mother's Day. A very happy Mother's Day to all of you. ഇന്ന് രാവിലെ തന്നെ കുഞ്ഞിപ്പിള്ളേർ എനിക്ക് കുറേ കാർഡൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഇറ്റ്സ് റിയലി ക്യൂട്ട് കേട്ടോ. ആൻഡ് ഐ ലവ് ഹൗ ദേ കോൾ ദംസെൽസ്. നമ്മൾ തന്നെ ഇട്ട് കൊടുത്ത പേരാണ്. ദേ കോൾ ദംസെൽസ് ദ സാൻഷൂസ്. സാനും സാഷും കൂടെ മിക്സ് ആക്കിയിട്ട്. സോ ദ സാൻഷൂസിൻ്റെ വക നല്ലൊരു കാർഡും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇന്ന് ഹൗഎവർ മദേഴ്സ് ഡേ ആയിട്ടും നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബാപ്റ്റിസാണ്. സോ വി ഗോയിങ് ടു പാരമേറ്റ. ബട്ട് ഓൺ ദ വേ നമുക്ക് കുട്ടിക്ക് കുറച്ച് ഗിഫ്റ്റ് കൂടെ വാങ്ങാണ്ട്. യൂഷ്വലി ഞാൻ ഇതൊക്കെ മുമ്പേ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ബട്ട് ഇപ്രാവശ്യം ബിൻ സോ ബിസി, നടന്നില്ല. ഓക്കെ, നമുക്ക് വണ്ടി കയറി ബാക്കി പോകാം. പിള്ളേരൊക്കെ റെഡി ആട്ടോ. Say happy Mother's Day. Happy Mother's Day. പിള്ളേർക്ക് ഭയങ്കര ത്രിൽ. ഓക്കെ, ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബാപ്റ്റിസം ആണ്. ടയർഡായിട്ട് ആക്ച്വലി ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ലേറ്റായി വന്ന് വേഗം റെഡിയായി പിള്ളേരൊക്കെ റെഡിയാക്കി. നമുക്ക് ഫ്ലോറൽ ഡ്രസ്സൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഞാൻ ഉള്ളിൽ ജാക്കറ്റ് ഇട്ടു എന്നുള്ളൂ. ബട്ട് ഫ്ലോറൽ ഡ്രസ്സൊക്കെ ഉണ്ട്. നോർത്ത് പാരമേറ്റയിലാണ് കേട്ടോ പരിപാടി. സോ വി ജസ്റ്റ് ഗോണ ഗോ ദേർ. വിൽ ഹാവ് എ നൈസ് ലഞ്ച്. ബേബീനെയൊക്കെ കണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നിട്ട് ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല. ഒന്നവേ വാങ്ങണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്വിക്ക്ലി വി ഗോണ ഗോ. ആക്ച്വലി രാവിലെ തന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അത്രയും നേരത്തെ എത്താൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് ലെറ്റ്സ് ഗോ ഗെറ്റ് ദി ഗിഫ്റ്റ്. ഫുള്ള് വണ്ടി അവിടെ ഇട്ടിക്കാണ്. ഞാൻ വേഗം ഒന്ന് പോയിട്ട് വാങ്ങാൻ വിചാരിച്ചു. കുഞ്ഞ് പെൺകുട്ടിയാണ്. ഒരു കുഞ്ഞ് കമ്മലോ പെൻഡൻറ്റോ എന്തെങ്കിലും എടുക്കാൻ വെച്ചിട്ടേ നമ്മൾ വെൻചർത്ത് വെല്ലൊന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കാം. ഇവിടെ എക്സലൻറ്റ് ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ജ്വല്ലറി ഉണ്ട്. അങ്ങോട്ട് പോയി നോക്കി നോക്കാം. കേട്ടോ, എക്സലൻറ്റ് ജ്വല്ലേഴ്സ് നോക്കാം. ഓക്കെ, വാങ്ങി ഒരു കമ്മൽ വാങ്ങിട്ടോ. വേഗം വാങ്ങിയിട്ട് ഓടട്ടെ. സ്വർണ്ണ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എൻ്റെ ദൈവമേ,
നാട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ കേട്ടു കല്യാണത്തിനൊക്കെ പണ്ടത്തെ മാതിരി നമ്മളൊക്കെ ഇങ്ങനെ വരിക്കൂരി ഇട്ടിട്ടുള്ള ആ ഒരു സ്റ്റൈലൊക്കെ മാറി ഇപ്പോൾ ഇറ്റ്സ് എ ലോട്ട് മോർ കൺട്രോൾഡ് വെയർ ഓഫ് ഗോൾഡ് എന്നൊക്കെ. ബിക്കോസ് എന്താ വില അറിയോ, മൈ ഗോഡ്, ഞെട്ടിപ്പോയി ഞാൻ. ബ്യൂട്ടിഫുൾ ചർച്ച് നോർത്ത് പാരമേട്ടയിൽ. ഇതിൻ്റെ അവളുടെ കല്യാണം മദേഴ്സ് ഡേ ആയിട്ട് ബാപ്റ്റിസമിലാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് പോലെയുള്ള ഒരു പ്രോഗ്രാം പോലെ ആയിട്ട് തോന്നി കേട്ടോ. വൈഡ് വെറൈറ്റി ഓഫ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ മദേഴ്സ് ഡേ ലഞ്ച് ഇവിടെ അങ്ങോട്ട് കൂടി ഡെസേർട്ട്സും ഒക്കെ ആയിട്ട്. ഞാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് കിടന്ന് വ്ളോഗ് ചെയ്യണോ, ഓരോരുത്തരുടെ പോയിട്ട് ഫോട്ടോ എടുക്കണോ, അവരോടൊക്കെ ചോദ്യമൊക്കെ ചോദിക്കണോ കേട്ടോ. പിന്നെ കുട്ടി ഇതെല്ലാം കണ്ട് വളരെ അതിന് കുറ്റം പറയാൻ നമുക്ക് വയ്യ. അങ്ങനെ വാസ് എ വെരി നൈസ് ഇവൻറ്റ്. ഞാൻ എന്തായാലും നമുക്കിപ്പോൾ ഒരു മദേഴ്സ് ഡേ ലഞ്ച് മക്കളുടെ കൂടെ മാത്രമായിട്ട് പോകണമെന്നൊന്നുമില്ലല്ലോ. കുട്ടികളുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ എൻജോയ് ചെയ്തിട്ട് കുട്ടികളുടെ കൂടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനൊക്കെ ഫുഡ് അടിച്ചിട്ടൊക്കെ അങ്ങനെ ഇരുന്നു. നമ്മൾ പിന്നെ ലഞ്ച് പ്രോഗ്രാം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പോൾ ഇതേ ദിവസം വന്നുകൊണ്ട് ഡിന്നറിന് അങ്ങനെ കൂടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ചെറുതിൻ്റെ വികൃതി കണ്ടോ, അത് ദിവസം തോറും എൻ്റെ വികൃതി കൂടി കൂടി വരിക. സോണിൽ ക്യൂല് നിൽക്കുകയാണ്, ബുഫയുടെ ക്യൂല്. അനങ്ങണ്ടാന്ന് പറഞ്ഞിട്ട് കാലിൽ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. വി ഓൾ ഹാഡ് എ ഗുഡ് ഡേ. ഇറ്റ് വാസ് കോൾഡ് ഇൻ ദ മോർണിംഗ്, പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല പ്ലെസൻറ്റ് വെതറായി. സോ വി വർ ഓൾ ഏബിൾ ടു എൻജോയ് ഔട്ട്ഡോർസ്. കുറേ നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ. സോ ദാറ്റ് വാസ് അവർ ക്യൂട്ട് ലിറ്റിൽ മദേഴ്സ് ഡേ. ഈ ഒരു വീഡിയോയിൽ കുറേ നല്ല നല്ല സെലിബ്രേഷൻസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരണമെന്ന് വിചാരിച്ചത്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് മറക്കാതെ ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് മൈ ചാനൽ, കീപ് റൈറ്റിംഗ് ടു മീ, കീപ് giving me your feedback. ഇനിയും കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. Until we see you in the next video, this is bye from Shruti and bye from Sydney Manali. Happy Mother's Day to all you moms and see you all in the next video. Bye guys.